കിബറിന്റെ രണ്ടാമത്തെ അടയാളം ഇയ്യാഉൽ പറയുന്നുണ്ട്, വീട്ടിലുള്ള ആവശ്യങ്ങൾ മുമ്പേക്ക് നിർവഹിച്ചു കൊടുക്കാൻ ഭയങ്കര മടിയായിരിക്കും. ഭാര്യ പറഞ്ഞു, അതിഥികൾ വരുന്നതല്ലേ, തീരെ വയ്യ, നിങ്ങൾ ഒന്ന് ആ ബാത്റൂം തേച്ച് കഴുകിയിട്ടില്ലെങ്കിൽ ഒരച്ച് കഴുകിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആക്കും, ഉസ്താമാരെല്ലാം വരുന്നതല്ലേ, ഞാനാ ബാത്റൂം കഴുകാനോ, നീ എന്താ പറയുന്നത്? ഉപരിക്ക് ഭയങ്കര സംഭവം. അടിച്ചു വാരിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, വീട് അടിച്ചു വാരിയിട്ടുണ്ട്. പാല് കറന്നു കൊടുത്തിട്ടുണ്ട് ആർക്ക്? ഭാര്യക്ക് കുടിക്കാൻ. പാത്രം കഴുകി കൊടുത്തിട്ടുണ്ട് നമ്മളെ നേതാവ്. ഷെഹ്റാനി ഇമാമിന്റെ ഭാര്യ നിത്യമായി അസുഖത്തിലായപ്പോൾ ആ ഭാര്യ മൂത്രൊഴിച്ചതും കാഴ്ചച്ചതൊക്കെ വൃത്തിയാക്കിയ കൈകളായിരുന്നു ഷെഹ്റാനി ഇമാമിന്റെ, അഥവാ 300 കിതാബ് എഴുതിയ കൈ. അതിനു വേണ്ടി മാത്രമല്ല എനിക്ക് അല്ലാഹു തന്നത് എന്ന ബോധം ഷെഹ്റാനി ഇമാമിനുണ്ട് കേട്ടോ. പാതിരാത്രി എന്റെ അബ്ദുറഹ്മാൻ എന്ന മോനെ കരയുമ്പോൾ എന്റെ ഭാര്യന്റെ ഉറക്ക് ശല്യാവോ എന്ന് പേടിച്ചിട്ട് ഞാൻ ആ മോനെ എടുത്തിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ കൊണ്ടുപോയി സുബി വരെ അവനെ ഉറക്കാൻ ഞാൻ ശ്രമിക്കും. എന്തിന്? എന്റെ ഭാര്യന്റെ ഒരു സെക്കൻഡ് ഉറക്ക് പോണ്ട. കണ്ടോ, കിബറില്ലാത്ത മനുഷ്യന്മാര് ജീവിച്ചു പോയ മണ്ണാണ് നമ്മുടെ മണ്ണ്. ഹൃദയം മരിച്ചു പോകുന്നതാണ് വർത്തമാനകാലത്തെ ഏറ്റവും വലിയ പരീക്ഷണം. നമുക്ക് നമ്മുടെ ഹൃദയം ജീവസുറ്റതായി നിലനിൽക്കണ്ടേ? ഈമാനും തഖ്വയും ഖുശൂവും കൊണ്ടൊക്കെ നമ്മുടെ ഹൃദയം ജീവസുറ്റതാകണ്ടേ? എങ്കിൽ ഇമാം ദൈലമി റളിയല്ലാഹു അൻഹു അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി കാണാൻ കഴിയും, മൻ കാന ഫി സുബ്ഹിൻ ഔ മസായിൻ, പ്രഭാതത്തിലോ സായാഹ്നത്തിലോ ഒരാൾ സൂറത്തുൽ ഇസ്രായിൻ്റെ 110, 111 ആയത്തുകൾ കുലിദുല്ലാഹ അവിദുർ റഹ്മാന എന്ന് തുടങ്ങിയിട്ട് വക്കബ്ബിർഹു തക്ബീറ, ഒന്നുകൂടെ പറഞ്ഞാൽ ഇസ്രാ സൂറത്തിൻ്റെ അവസാനത്തെ 2 ആയത്തുകൾ 110, 111 ആയത്തുകൾ ഒരാൾ പാരായണം ചെയ്താൽ, രാവിലെയും വൈകുന്നേരവും പാരായണം ചെയ്താൽ, രാവിലെ പാരായണം ചെയ്താൽ അന്നേ പകൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് മരിക്കുകയില്ല, വൈകുന്നേരം ചെല്ലിയാൽ അന്നത്തെ രാത്രിയും മനസ്സ് മരിക്കുകയില്ല. ഉപയോഗപ്പെടുത്തുക. കുലിക്ക് വിളിച്ചാൽ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളോട് വയല് പറയാൻ വേണ്ടി ഇറങ്ങുമ്പോ എവിടേക്കാണ് പോണതെന്ന് അതിന് കയ്യിലെ ബാഗൊന്നുമില്ലല്ലോ. കുറുമ്പിക്കറിയാൻ ബാഗുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞേ വരൂ. ബാഗില്ലാതെ ഡ്രസ് മാറി ഇറങ്ങുമ്പോ എപ്പോഴാണ് വരുന്നത്? വാപ്പി വരുന്നത് വരെ ഞാൻ ഉറങ്ങില്ലെന്ന് പറഞ്ഞെന്റെ യാത്രയാക്കിയ മോളുടെ മുമ്പിൽ അനങ്ങാൻ കഴിയാത്തൊരു ശരീരമായി എന്നെ കിടത്തിയാൽ ഞാൻ എന്നെ പറയുന്നത് ആ സ്ഥാനത്ത് നിങ്ങളെ ഓർക്കാനാണ്. എന്റെ പൊന്നുമോൾ എന്റെ കവളിൽ കെട്ടിപ്പിടിച്ചിട്ടുപ്പച്ചി കണ്ണു തുറക്കെന്ന് പറഞ്ഞാൽ തുറക്കാൻ കഴിയാതെ കിടക്കുന്ന എന്നോട് എന്റെ പൊന്നുമോളെ ചേർത്ത് പിടിച്ചിട്ട് കവളത്തൊരു മുത്തം കൊടുത്തിട്ട് മോളെ നിന്റെ ഉപ്പച്ചി സ്വർഗത്തിൽ കാത്തിരിക്കുമടി എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്റെ നാവ് പൊങ്ങുന്നില്ലല്ലോ.